ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബാർ ചോക്ലേറ്റിൻ്റെ മിനി ഹാമ്പറിൻ്റെ സെറ്റിംഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഡെക്കറേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു വുഡൻ്റെ ഹാമ്പറാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വുഡൻ്റെ ഹാമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കോട്ടക്ക തിരൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ടോബ്ലറോഡിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവർ വരുന്ന ചോക്ലേറ്റ്സും അതേപോലെ തന്നെ നമ്മളെ ഡയറി മിൽക്ക് സിൽക്കുമാണ്. അപ്പോൾ നമ്മൾ ഗാലക്സിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചോക്ലേറ്റ് മാത്രം ഫില്ല് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫില്ല് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ കുറച്ച് സ്പേസ് വന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു അറിയോ, നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഓരോ ബഞ്ചസായിട്ട് വാങ്ങിച്ചിട്ട് അതിന് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ആ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. ഞാൻ ആദ്യം ചോക്ലേറ്റൊക്കെ വെച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ഒന്നും കൂടെ ഫ്ലവർ വെച്ച് നോക്കിയപ്പോഴാണ് ഭംഗിയായിട്ട് തോന്നിയത്. ഇതൊരു നിക്കാഹ് ഹാമ്പർ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. നിക്കാഹ് എൻഗേജ്മെൻറ്റും കൂടെ ഒന്നായിട്ടുള്ളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ബാർ ചോക്ലേറ്റിൻ്റെ ഹാമ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെയ്ത ഒരു ഹാമ്പറാണിത്. ഇതിന് ലൂസ് ചോക്ലേറ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, ജസ്റ്റ് ബാർ ചോക്ലേറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സൈഡിൽ ഇതേപോലെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ്, ഈ ഒരു ഹാമ്പർ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. അത് ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരുന്ന നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ഒരു സൈഡിലായിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ബ്രൈഡനിങ് ഗ്രൂമിൻ്റെ പേര് എഴുതിയിട്ടില്ല ഒരു പ്രിൻറ്റഡ് കാർഡും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെക്കറേഷൻ. പ്രിൻറ്റഡ് കാർഡ് ഞാൻ ഒട്ടിക്കുന്നത് ഈ വീഡിയോയിൽ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്. പിന്നെ ഡെക്കറേഷനൊക്കെ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ കസ്റ്റമറിന് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ റേറ്റ് എങ്ങനെ ഇടാന്ന് വെച്ചാൽ ഈ ഒരു ഹാമ്പറിൻ്റെ റേറ്റ്, ഈ ഒരു ഹാമ്പറിൻ്റെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് ആയിട്ട് ചെയ്തിട്ട് അപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, 300 രൂപേൻ്റെ താഴെയൊക്കെ ആയിട്ടാണ്, ചോടൊക്കെ ആയിട്ടാണ് റേറ്റ് വരുന്നത്. അത് തിരൂരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ. തിരൂർ എല്ലാ സാധനത്തിനും നമുക്ക് റേറ്റ് കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാമ്പറിൻ്റെ റേറ്റ് പ്ലസ് ഈ ചോക്ലേറ്റ്സിൻ്റെ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല അത്യാവശ്യം റേറ്റ് വരുന്ന ചോക്ലേറ്റ്സാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ റേറ്റ് പ്ലസ് അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്, ഫ്ലവർ, പിന്നെ നമ്മളെ പർച്ചേസിങ് ചാർജ്, ഇപ്പോൾ ഓട്ടോക്ക് പോകണമെന്നാണെങ്കിൽ അതിൻ്റെ ഓട്ടോ ചാർജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്ലസ് നമ്മളെ എഫേർട്ടിൻ്റെ എമൗണ്ട്. ഇപ്പോൾ ഇതിന് ജസ്റ്റ് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല, ജസ്റ്റ് ചോക്ലേറ്റ് വെക്കുക, ഡെക്കറേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 250, 300, 350 ഒക്കെ നമുക്ക് പ്രോഫിറ്റായിട്ട് ഇടാം. അങ്ങനെ കറക്റ്റ് എമൗണ്ട് ഇല്ല, കാരണം ഓരോരുത്തരുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ എഫേർട്ടിനനുസരിച്ച് ഞാൻ പ്രൈസ് ഇടാം. ഇപ്പോൾ ഈ ഒരു ഹാമ്പറിന് ഇപ്പോൾ ഞാൻ ജസ്റ്റ് 300 ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സെയിം ഹാമ്പറിന് എനിക്ക് ഓർഡർ ഇട്ടാൽ ഞാൻ ചിലപ്പോൾ 350 ഇടും. കാരണം അത് അർജൻറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എഫേർട്ട് കൂടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് കൂട്ടാം. ഇനി അതല്ല അർജൻറ്റ് ഓർഡർ അല്ല എന്നുണ്ടെങ്കിൽ സെയിം ആ റേറ്റിന് തന്നെ സെയിൽ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മളെ എഫേർട്ടിനനുസരിച്ചാണ് നമ്മളെ പ്രോഫിറ്റായിട്ട് നമ്മൾ ഇടേണ്ടത്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓർഡർ എടുക്കാൻ നോക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ അത് ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ തരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓർഡേഴ്സിന് മാത്രമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഡൗട്ടും കാര്യങ്ങൾക്കൊക്കെ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.